ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ നമ്മളെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വീഡിയോസ് മില്യൺ വ്യൂസ് പോയി. ഒരെണ്ണം ഇങ്ങനെ സാലറി കിട്ടിയിട്ട് ഞാൻ അമ്മയ്ക്ക് അച്ഛനും ചേട്ടനും കാശ് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വീഡിയോ അമ്മയുടെ അച്ഛനും വെഡിങ് ആനിവേഴ്സറിക്ക് സർപ്രൈസ് കൊടുത്തത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല വ്യൂസും ലൈക്കൊക്കെ നമുക്ക് കിട്ടാം. നല്ല വ്യൂസ് പോയി. പിന്നെ കുറേ പേര് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താ എനിക്ക് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചും പറഞ്ഞിട്ടാ നന്നായിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ട് അവർക്ക് കണ്ണ് നിറഞ്ഞു പോയി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു പറഞ്ഞു. പിന്നെ നേരിട്ട് കണ്ടപ്പോൾ ഇപ്പം എൻ്റെ ജോലി സ്ഥലത്താണെങ്കിലും കുറേ പേര് പറഞ്ഞു വീഡിയോ നല്ലതായിരുന്നു എങ്ങനെയെന്നൊക്കെ. അത് ഞാൻ പറയാം. ഞാൻ അപ്പൊ അങ്ങനെ കുറെ പേര് മെസ്സേജ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനൊക്കെ വളരെ സന്തോഷം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. എന്ന് പറയൂ. അപ്പൊ എന്താ നല്ല സന്തോഷമായിട്ടാണ്. കാരണം ഞങ്ങളെ റീൽസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അതേമാതിരി യൂട്യൂബ് ചാനലും തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് അതൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല എന്താ നമ്മുടെ സർപ്രൈസിൻ്റെ വീഡിയോ 2 മില്യൺ വ്യൂസായി ഇപ്പോൾ. അതേപോലെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മൾ 3 ദിവസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അതിനകത്തായാലും ആ ഒരു വീഡിയോ 1 മില്യൺ വ്യൂസൊക്കെ ആയി. അപ്പോൾ കുറേ വ്യൂസും കമൻറ്റും ഇതൊക്കെ വന്നപ്പോൾ നല്ല സന്തോഷമായിട്ടാണ്. നമ്മളങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് ഇട്ടതല്ല. അപ്പോൾ എന്താ അതിൻ്റെ ഒരു നന്ദി പറച്ചിൽ എന്നൊക്കെ പറയാം. ഈ വീഡിയോ എന്തിട്ടാ പറയണ്ടതെന്നൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ അതാണ് വീഡിയോ. പിന്നെ നമുക്ക് അമ്മയുടെ അടുത്ത് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് അമ്മയുടെ എന്താ വീഡിയോ ഇട്ട് ഇങ്ങനെ ഇപ്പം അമ്മയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജോലിക്ക് പോകുമ്പോൾ ഒരുപാട് പേര് എന്നുവെച്ചാൽ എൻ്റെ വാട്സപ്പ് പോലും ചിലപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. പക്ഷെ അവര് എങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, ചേച്ചിയുടെ മക്കളല്ലേ, നല്ല മക്കളാണ്, ഇതൊക്കെ സർപ്രൈസ് തന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. അത് ഭയങ്കര ഒരു അനുഭവം. ഞാൻ എനിക്ക് ലൈൻ സപ്ലൈയാണ്. ഞാൻ ലൈനിൽ പെരിങ്ങോട്ടര എന്നിപ്പോ ഒരു കടയിലേക്ക് കയറിയപ്പോൾ അവര് പറഞ്ഞു അടിപൊളി ആയിട്ട വീഡിയോ, മോളോടും മോനോടും അഭിനന്ദനങ്ങൾ പറയാ. അതേപോലെ ഞങ്ങളോട് വെഡിങ് ആനിവേഴ്സറിയുടെ ഇതിന് കൺഗ്രാജുലേഷൻ പറഞ്ഞു. പിന്നെ അതേപോലെ അമ്മാടത്ത് ഉള്ളൊരു പെണ്ണ് എന്നെ കണ്ടപ്പോൾ കുറുക്കഞ്ചേരി എന്നപ്പോൾ ആ പെണ്ണും പറഞ്ഞു വീഡിയോസൊക്കെ കണ്ടിട്ട് അടിപൊളിയായിട്ടാ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞു. അത് കാരണം എനിക്കന്ന് സർപ്രൈസ് ആയിട്ട് ഇപ്പൊ കരയേ വേണ്ട ചിരിക്കേ വേണ്ടേ ഒന്നും ഒരു പിടിയില്ല. അത് കാരണം അങ്ങനെ ഇരുന്നേട്ടാ. താങ്ക് യു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ 2 മക്കളെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. അമ്മ കരയുന്നു. അപ്പൊ എന്താ എല്ലാവരും ഇപ്പൊ ഹാപ്പിയാണ്, മേലച്ഛനായാലും. പിന്നെ ഈ സർപ്രൈസ് കൊടുക്കാനായിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഫോൺ ബാറ്ററി ആകെ പോയി ഗർഭിണിയായിട്ട് ഇരിക്കട്ടാ. അപ്പം ബാറ്ററിക്ക് ആകെ നാശമായിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ കുറേ നാളെ ഞാൻ പറഞ്ഞു, ഞാൻ ജോലിക്ക് കിട്ടി പോയപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ വാങ്ങിച്ചു തരാം അച്ഛനെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ശമ്പളം കിട്ടുന്ന ദിവസമാകുമ്പോൾ ആൾ ചോദിക്കും ഫോൺ വാങ്ങിച്ചു തരുന്നില്ലേ, എന്നാ വാങ്ങിച്ചു തരുന്നു. പക്ഷെ എനിക്കും ഞാൻ അപ്പത്തൊട്ടേ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അത് കാരണമാണ് ഞാനിങ്ങനെ വാങ്ങിച്ചു തരാം, ശമ്പളം കിട്ടട്ടെ, കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു നിന്നത്. പിന്നെ അതാണ് അച്ഛന് ഫോൺ വാങ്ങിച്ചു കൊടുക്കാനുള്ള കാരണം. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ മൂക്കുത്തി അതേപോലെ റിങ്ങുകള് മോതിരം നല്ല ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും 2 പേർക്ക് സമ്മാനം കൊടുക്കണം. അപ്പോൾ 2 പേർക്ക് ഇഷ്ടപ്പെട്ടാൽ തന്നെ കൊടുക്കാന്ന് വെച്ചിട്ടാണ് അമ്മയ്ക്ക് റിങ്ങും അച്ഛന് ഫോണും വാങ്ങിച്ചു കൊടുത്തത്. പിന്നെ കേക്ക് വാങ്ങിക്കേണ്ട കാര്യങ്ങള്, പിന്നെ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേട്ടനെ ഏൽപ്പിച്ചു. ഇപ്പൊ ചേട്ടന് പൈസക്ക് ഇത്തിരി ടൈറ്റ് ആണ്, അത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അത് കാരണമാണ് അവൻ അങ്ങനെ വലിയ ഗിഫ്റ്റോ കാര്യങ്ങളൊന്നും വാങ്ങിക്കാണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഇത്ര ഉള്ളോ പറയാൻ. ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോവാൻ നിൽക്കാറുണ്ട്. വേറെ സ്ഥലത്തേക്കല്ല, ഞാൻ നേരത്തെ പറഞ്ഞു പഴയ വീട്ടിലേക്ക് പോവാണ്. അവിടെ അച്ഛമ്മയുണ്ട്. അച്ഛമ്മക്ക് കുറച്ച് ഫുഡൊക്കെ കൊണ്ടുകൊടുക്കാൻ പോവാ. അപ്പൊ ഞാൻ എൻ്റെ പഴയ വീടൊക്കെ കാണിച്ചു തരാം.
പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എല്ലാവരും ഫുള്ള് കമന്റ് വന്നത് ഫസ്റ്റ് ഇട്ട സാലറിയുടെ വീഡിയോയിലാണെങ്കിലും കമന്റ് വന്നേക്കണത് അച്ഛൻ 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 ഫുള്ള് അച്ഛന്റെ ഫാൻസ് ആണ്. പിന്നെ രണ്ടാമത്തെ വീഡിയോയിലാണെങ്കിലും അച്ഛന്റെ ചിരി നിഷ്കളങ്കത ഇതൊക്കെ പറഞ്ഞിട്ട വീഡിയോയിലാണ്. അച്ഛൻ ഇങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ നോക്കണ്ട, അച്ഛൻ ഒരു കില്ലാടിയാണ്. ഇപ്പോഴാണ് ഇച്ചിരി എന്താ ശരിക്കും അച്ഛൻ പാവമാണ്, പക്ഷെ എന്നാലും കുറച്ച് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അതേമാതിരി എന്താ അത്ര പാവൊന്നുമല്ല, ഇങ്ങനെ ഇരിക്കണം നോക്കേ വേണ്ട നിങ്ങള്. ഈ ആളൊന്നല്ല, ചിലപ്പോ ഇപ്പൊ നമ്മൾ പോകുമ്പോ ഇങ്ങനെ ഇരിക്കുന്ന ആളോ തിരിച്ചു വരുമ്പോ ഇതേപോലെ ആവില്ല, അങ്ങനെയാണ്. അപ്പൊ അച്ഛന് കുറെ ഫാൻസ് ഒക്കെ ആയിട്ടാ കുറെ കമന്റ്, ഒരു 100 കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതില് ഒരു പകുതി 70% ആൾക്കാരും അച്ഛന്റെ ചിരി അച്ഛൻ അച്ഛൻ ഫുള്ള് അങ്ങനത്തെ കമന്റുകളാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. നിങ്ങൾ പോട്ടെ. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഈ ഒരു വീഡിയോ ഇട്ട പിന്നെ നമുക്ക് യൂട്യൂബിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൂടും. ഞാനിങ്ങനെ ഇടയ്ക്കല്ല, ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഡെയിലി വീഡിയോ ഇടാൻ നോക്കാറുണ്ട്. അങ്ങനെ വലിയ കണ്ടന്റ് ഒന്നുമല്ല, എന്നാലും കുറച്ച് വീഡിയോ ഇട്ടിട്ട് ഒരു 200 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അത് ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ നമുക്കൊരു 600 സംതിങ് ആയിട്ടുണ്ട്. അപ്പൊ അതിലും നല്ല സന്തോഷം. കാര്യം പറയാനുള്ളത്, ഇതെന്റെ കുഞ്ഞു മോനാണ്, എല്ലാരും മരുമകനാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്റെ ജോലി സ്ഥലത്തോടെ ഒരു ചേട്ടൻ ചോദിച്ചു, മോന് 2 ഉമ്മ കൊടുത്തല്ലോ, മോൾക്ക് എന്തോ 1 ഉമ്മാന്ന്. അത് ഞാൻ അപ്പൊന്നും ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോഴാണ് ഞാൻ കണ്ടത്. എന്തുകൊണ്ട് പറയും? അതിനൊരു കാര്യമുണ്ട്. എന്റെ മോന് ഞാൻ അങ്ങനെ ഉമ്മ കൊടുത്തു. അവൻ എന്റെ അടുത്ത് എപ്പോഴും ഉള്ളതാണ്. പൊന്നുട്ടി എപ്പോഴും പുറത്താ പഠിച്ചത്, പിന്നെ ഇപ്പോഴും ജോലി ചെയ്യണത് വേറെ സ്ഥലത്താണ്. അപ്പൊ ഞങ്ങൾ ഫോണിൽ കൂടെ ദിവസം ഒരു 100 ഉമ്മ കൊടുക്കണ്ട്. അപ്പൊ അത് കാരണം ഒരു ഉമ്മ അവസാനിപ്പിച്ചതാ. ഉമ്മ കുറേ കൊടുക്കണ്ട് ദിവസവും. നേരം വെളുത്ത എന്താ പറയാ, മിക്ക സമയങ്ങളും കാലത്ത് എന്റെ വഴിക്ക് മോൾക്ക് മെസ്സേജ് ഇടും. അപ്പൊ അതിലുണ്ടാവും ഒരു 1-2 ഉമ്മ. പിന്നെ ഉച്ചയാകുമ്പോഴായാലും പൊന്നുട്ടിക്ക് മെസ്സേജ്, ഭക്ഷണം കഴിക്കാൻ പോകുന്ന മെസ്സേജ് ഇടുമ്പോ അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ ലാസ്റ്റ് ഒരു ഉമ്മ ഉണ്ടാവും. ഉമ്മ കൊറേ പൊന്നുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ മോനെ എപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉമ്മ കൊടുക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല. ആ ഒരു സർപ്രൈസ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ നമ്മളങ്ങനെ ഉമ്മ കൊടുത്തു. അങ്ങനെയൊന്നുമില്ല. എന്റെ 2 മക്കളും എന്റെ കുഞ്ഞു മക്കളാണ്. അതേപോലെ ഒരുപോലെ കേക്ക് എന്താ നമ്മള് മുമ്പ് പ്ലാൻ ചെയ്ത്, ഞാനും ചേട്ടനും ഒരു 2 ആഴ്ച മുമ്പേ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെ കേക്ക് ഇങ്ങനെ ചെയ്യണം. കാരണം എന്തായാലും അച്ഛനമ്മ അങ്ങനത്തെ, ഞാനായാലും ഫോട്ടോ വെച്ചിട്ടുള്ള കേക്കൊന്നും ഇതുവരെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടൊന്നും അല്ലാണ്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ അവർക്ക് അതെന്തായാലും നല്ല സന്തോഷാവൂല. അങ്ങനെ ഒരു ഫോട്ടോ ഞാൻ ആ AI ക്രിയേറ്റ് ചെയ്തപ്പോ നല്ലൊരു ഫോട്ടോ കിട്ടി. അപ്പൊ അതും വെച്ച് ചെയ്യാന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ചേട്ടനും കൂടി അതൊക്കെ പ്ലാൻ ചെയ്തു. പിന്നെ ഫോൺ വാങ്ങിക്കേണ്ടതാണെങ്കിലും അച്ഛൻ കാണാണ്ട് വാങ്ങിക്കണം. അപ്പൊ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഡെലിവറി ആവും ചിലപ്പോ. അപ്പൊ അച്ഛൻ വന്ന സമയത്താണെങ്കിൽ ഇവിടെ കാണും. അപ്പൊ അത് സർപ്രൈസ് പൊളിയുമല്ലോ. അപ്പൊ ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്ത്, പിന്നെ അന്ന് മോതിരം വാങ്ങിച്ചത് സർപ്രൈസ് കൊടുക്കണ അന്ന് ആ ഒരു ദിവസമാണ് മോതിരം വാങ്ങിച്ചത്. അന്നാണെങ്കിൽ ഒടുക്കത്തെ മഴ, ഇടിവെട്ട് ഇടിമിന്നൽ ഫുള്ള് സീനായിരുന്നു. ഒരു ജ്വല്ലറിയോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ കയറി വാങ്ങിക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ സൺഡേ ഞങ്ങൾ ഇവിടെ നിന്ന് പോയി. പക്ഷെ തൃശ്ശൂർ പൂരായിരുന്നു. പിന്നെ ജ്വല്ലറി ഒക്കെ എന്താ ഓപ്പൺ അല്ലായിരുന്നു. അത് തന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ അന്ന് സർപ്രൈസ് കൊടുത്ത അന്നാണ് ഞങ്ങൾ മോതിരമൊക്കെ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഒരു വട്ടം കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ടേ. ഓക്കെ, ബൈ.